പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലേശാ നിൻ തിരുനാമം
ചെയ്യുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഗനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ദാനിയേൽ സിംഹപുരിയിൽ രാജ്യം ഭരിക്കാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിലൊരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും ശ്രേഷ്ഠനായി തീർന്നു. തന്റെ രാജ്യം മുഴുവനെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേൽ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവെ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവെ, മീദ്യാൻകാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റുവരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്രവെച്ച് സ്ഥിരീകരിക്കണം. ദാരിയൂസ് നിരോധനാജ്ഞയെ മുദ്രവെച്ചു. രേഖയിൽ മുദ്രവെച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേനെ 3 ദിവസം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചതുപോലെ ചെന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവെ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മീദ്യാൻകാരുടെയും പേർഷ്യക്കാരുടെയും അനുവദനീയമായ നിയമം അനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവെ, യൂദയിൽ നിന്നുള്ള പ്രവാസികൾ ഒരുവനായ ആ ദാനിയേൽ നിന്നെ ആകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞ ആകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തന്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു.
അപ്പോൾ ആലോചിച്ചുറച്ച വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മീഡിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമം അനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധി മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ല് കൊണ്ട് അടയ്ക്കുകയും രാജാവിന്റെ പ്രഭുക്കന്മാരുടെ മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്രവയ്ക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന്റെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീയും. അവസാനത്തെ 7 മഹാമാരികൾ കഴിഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ഇന്ത്യക്കാരെ എതിർത്ത് വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാട്ട് മണവാട്ടിയെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവ് എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായിരുന്നതിനും സൂര്യകാന്തിനും അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് മൃദുവും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ മതിലിന് 12 സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിലെ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. മനസാകും പരലേ
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. യേശു അവരുടെ അടുക്കിലേക്ക് എത്തിയിരുന്നില്ല. ശക്തിയേറെ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോളം ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തിന് സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയത് എന്നും കടലിന്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്ത് തിബേരിയസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെയില്ല എന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഭയപ്പെടേണ്ട, തമ്പുരാൻ കൂടെയുണ്ട്. ഈശോമിശിഹായെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് വലിയ ആശ്വാസവും പ്രത്യാശയുമാണ്. പ്രത്യേകിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നിടത്ത്. ഇന്ന് സുവിശേഷത്തിന് പ്രസംഗത്തിനെല്ലാം ഒരേ സങ്കീർത്തിൽ വന്നപ്പോൾ പത്രം കണ്ടു. വെറുതെ ഒന്ന് മറച്ചു നോക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കൊച്ചു കുഞ്ഞിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ മനോഹരമായ ചിത്രം. തലക്കെട്ട് പ്രകാരമാണ് തനിച്ചല്ല കേരളം. വയനാടിനെ ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി പ്രധാനമന്ത്രി. കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വാക്കുകളും കൂടിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യുക, ഞങ്ങൾ കേന്ദ്രം കൂടെ ഉണ്ടാകും. ഇന്ന് സുവിശേഷം ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. തിരിച്ചറിവുണ്ടാകണം, തമ്പുരാൻ കൂടെയുണ്ട് എന്ന്. തമ്പുരാനെ അറിയണം, വിശ്വസിക്കണം. തമ്പുരാന്റെ കരുതലുകൾ ഗ്രഹിക്കുവാൻ സാധിക്കണം. തമ്പുരാൻ കൂടെയുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ കൂടെയില്ലാത്തൊരു യാത്രയാണ് നമ്മൾ കാണുക. എപ്പോഴും അവൻ കൂടെയുണ്ടാകാറുണ്ട്. എന്നാൽ കഫർനാമിലേക്കുള്ള ഈ യാത്രയിൽ അവൻ കൂടെയില്ല. ആ ബോധ്യം അവിടെ അപ്പം ഭക്ഷിച്ച, അത്ഭുതം പ്രവർത്തിച്ച് അപ്പം ഭക്ഷിച്ച എല്ലാ ജനത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ കാണും എന്ന് തിരക്കി അവിടെ ചെല്ലുക. കടൽ ക്ഷോഭിക്കുകയാണ്. മറ്റു സുവിശേഷങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കടൽ ക്ഷോഭിക്കുന്നത് കണ്ട് അവർ വളരെ അസ്വസ്ഥരായി എന്ന്. ആ ഭീതിതപ്പെടുത്തുന്ന അവസ്ഥയിൽ തമ്പുരാൻ അവരോടൊപ്പം കൂടെ നടക്കുകയാണ്. അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ധന്യതയുടേതായിരിക്കും. സുവിശേഷത്തിന്റെ ആമുഖത്തിൽ ഇമ്മാനുവേൽ എന്നുള്ള വാക്കുണ്ട്. ദൈവം കൂടെയുണ്ട് എന്ന് ആ വാക്കിന്റെ അർത്ഥം. ദൈവം നമ്മോട് കൂടെ. ആ ദൈവം നമ്മോട് കൂടെ എന്ന ചിന്തയും പേറിയാണ്
ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത് ആ ബോധ്യത്തിന്റെ നിറവിൽ നിന്ന്. എന്ത് പ്രശ്നങ്ങളെയും എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതേ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് നമുക്കും സാധിക്കണം. ദൈവം കൂടെയുണ്ട്. അവന്റെ ഗെത്സമനയിലും അവന്റെ താബോറിലും അവന് ബോധ്യമുണ്ടായിരുന്നു ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. അതുകൊണ്ട് തന്നെയാണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം മരണത്തോളം ദുഃഖിതരായിരിക്കുമ്പോഴും ആ പ്രശ്നത്തെ അതിജീവിക്കുവാനായിട്ട് അവന് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതേ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ അറിയുക, വിശ്വസിക്കുക എന്ന്. ശിഷ്യന്മാർ തമ്പുരാനെ കണ്ടിട്ട് തന്നെയാണ് ഭയപ്പെടുക. കാരണം ഇത് സാധ്യമാണോ എന്ന ചിന്ത, കടലിന് മുകളിലൂടെ നടക്കുക സാധ്യമാണോ എന്ന ചിന്ത അവരെ അലട്ടുകയാണ്. മറ്റു സുവിശേഷങ്ങൾ പറയുന്നുണ്ട് ഭൂതമാണ് എന്നവർ കരുതി എന്ന്. എന്നാൽ അത് തമ്പുരാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനെയും വെള്ളത്തിൽ കയറ്റുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് കൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവർ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്നോടൊപ്പം എന്റെ തമ്പുരാൻ ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക്, വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് ഭയത്തിൽ നിന്ന് മാറി കൂടെ സഞ്ചരിക്കുവാനായിട്ട്, അവന്റെ ഹിതത്തിനായിട്ട്, ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കുക. മൂന്നാമതായിട്ട് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാന്റെ കരുതലിൽ വിശ്വസിക്കുക എന്ന്. ദൈവത്തിന് കരുതലുണ്ട്. ആ ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്റെ ചിന്തകൾ, എന്റെ പ്രശ്നങ്ങൾ, അതിനോടൊപ്പം ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്നു വരെയുള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം മനോഹരമായിട്ട് അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന ബോധ്യത്തിൽ തമ്പുരാനോട് സഞ്ചരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചൂടുന്നതിനാൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്കും പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും പ്രേക്ഷിതമായി വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനുള്ള സന്മനസ് ദൈവചരിത്രം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശ്രീഹന്മാരും പ്രവാചകന്മാരുമാണ് അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായ സുവിശേഷകരുടെ ജീവിതം നീതിമാന്മാരോടൊപ്പം സ്വർഗവായുധനാകാരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ഞങ്ങളുടെ ത്രിപുര അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും ആദ്യതലമുറ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ വിശ്വായി നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
തനിക്ക് മാസമുതലത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകികളയട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ വിശ്വാസത്തിൽ നാം സമർപ്പിക്കാം. അങ്ങയുടെ ആദ്യമായ കൈത്തൊട്ടി എപ്പോഴും എന്നേക്കും ഞങ്ങൾ
മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും
അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം സൃഷ്ടിക്കുകയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. നിരന്തരം മുഴങ്ങുന്നു വാരിദേവം
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഉദ്ദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മേൽ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ വധിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ,
നാഥ കൊടുക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാനവയൻ മുൻപിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാനവയൻ മുൻപിൽ. നിന്നിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ഞങ്ങൾക്ക് വിശ്വസിഹായുടെ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുല പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മണ്ണയായി ഭൂമിയിൽ വാഴും ദൈവമേ, മർത്യർക്കു ഭോജ്യമാം അവതാരമേ, വചനത്തിൻ പൊരുളായ തിരുസ്നേഹമേ, കാണുവണങ്ങിടാം ആരാധിക്കാം. മണ്ണയായി ഭൂമിയിൽ വാഴും ദൈവമേ, മർത്യർക്കു ഭോജ്യമാം അവതാരമേ, വചനത്തിൻ പൊരുളായ തിരുസ്നേഹമേ, കാണുവണങ്ങിടാം ആരാധിക്കാം. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകരെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിന്റെ നിർവാഹത്തോടെ അപരാധങ്ങളിൽ നിന്ന് വ്യതിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് ശ്രദ്ധയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുക. ശബ്ദത്തിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പുമായി ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വെച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും അവരുടെ പുറത്തേക്കും എന്റെ ജീവനെ കാരണമാകട്ടെ. കഴിഞ്ഞ സ്വപ്രകാഴ്ച 9,028 രൂപ, ഹിന്ദി കുർബാന 3,738 രൂപ, സെന്റ് മേരീസ് സെന്റ് ജോസഫ് കുടുംബികളുടെ കാഴ്ചമർപ്പണം 1,280 രൂപ, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും അധ്യാപകരും
മാതാപിതാക്കളും 930 രൂപ. സെൻറ്റ് സെബാസ്റ്റ്യൻസ് മാസവരി 1300 രൂപ. സെൻറ്റ് ജോർജ് കുടുംബ യൂണിറ്റിന് ഇന്ന് 5 മണിക്ക് മുളമരിക്കൽ റിച്ചി വർഗീസിന്റെ വസതിയിൽ സമ്മേളിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ദയവായിട്ട് കുടുംബ രജിസ്റ്റർ അതോടൊപ്പം തന്നെ മാസവരി കാർഡും കൊണ്ടുവരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ മാസവരി കാർഡും കുടുംബ രജിസ്റ്ററും ഇല്ലായെങ്കിൽ ദയവായിട്ട് കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ അറിയിക്കുക. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂൾ നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചാൾസ് ബോറോണിയം സിസ്റ്റേഴ്സ് ആ കുട്ടികൾക്ക് വരുവാനുള്ള വാഹന സൗകര്യം ഒരുക്കുന്നതിനും നൂതന വിദ്യാഭ്യാസ സാമഗ്രികൾ ഒരുക്കുന്നതിനുമായിട്ട് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച 140 രൂപയ്ക്ക് ബിരിയാണിയും 80 രൂപയ്ക്ക് കപ്പയും പാഴ്സലായി ഒരുക്കുന്നു. കാഞ്ഞങ്ങാടിയുടെ അടുത്തുള്ള മഠത്തിൽ നിന്നും കളക്ട് ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അവിടെ നിന്നും 12 മണിക്ക് പള്ളിയിൽ നിന്ന് ഓർഡർ കളക്ട് ചെയ്യേണ്ടവർക്ക് ഓർഡർ പ്രകാരം പള്ളി കോമ്പൗണ്ടിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ്. ഓർഡർ സ്വീകരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വോളണ്ടിയേഴ്സും ഈ കുർബാനയ്ക്ക് തുടർന്ന് പുറത്തുണ്ടാകും. അന്ന് മാതാവിൻ്റെ തിരുനാൾ ദിനമാണ്. ആ തിരുനാൾ ദിനത്തിൽ ആ കുട്ടികളെ കൂടി പരിഗണിക്കണമെന്ന് പ്രത്യേകമാവിധം അഭ്യർത്ഥിക്കുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്കായിരിക്കും പരിശുദ്ധ കുർബാന. കടമുള്ള ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ സുഖാരോപണ തിരുനാൾ ദിനമാണ്. രാവിലെ 7 മണിക്ക് പരിശുദ്ധ കുർബാന. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 8 മണിക്ക് പതാക ഉയർത്തുന്നതുമാണ്. മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നേതൃത്വം നൽകുക സെൻറ്റ് മേരീസ് സ്കൂൾ യൂണിറ്റായിരിക്കും. പാച്ചോറ് വിതരണം ഉണ്ടായിരിക്കും. മറ്റ് മാതാവിൻ്റെ നാമധാരികൾക്ക് കാഴ്ചമർപ്പണത്തിൽ പങ്കുകാരാകുന്നതാണ്. രാവിലെ 7 മണിക്കുള്ള കുർബാന ആർക്കെങ്കിലും മിസ്സായാൽ 11 മണിക്ക് മറ്റൊരു കുർബാന ദേവാലയത്തിലുണ്ട്. ആ കുർബാനയിൽ പങ്കുകാരാകാവുന്നതാണ്. സെമിത്തേരി നിർമ്മാണ വിഹിതം ഇനിയും നൽകുവാനുള്ളവർ നൽകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നവമായ ജോയ് പി മാണിയുടെ നേതൃത്വത്തിൽ 2 ആത്മീയ യാത്രകൾ ഒരുക്കുന്നുണ്ട്. ഒന്ന് വിശുദ്ധ നാട്ടിലേക്കാണ്. ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലേക്കാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവ വികാസങ്ങൾ ഈശോ സഞ്ചരിച്ചതും ഈശോ അത്ഭുതം പ്രവർത്തിച്ചതും പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയതും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ദൈവം ഇറങ്ങി വന്നതുമായ സ്ഥലങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് ബൈബിളിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അനുഭവം നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. 1,65,000 രൂപയാണ് 12 ദിവസത്തേക്കുള്ള യാത്രയ്ക്ക്. നമ്മുടെ ഇടപാടുകൾക്ക് 1,60,000 രൂപയായിരിക്കും. അതോടൊപ്പം യാത്ര നടത്തുക നവംബർ മാസം 18 മുതൽ നവംബർ 29 വരെ ആയിരിക്കും. അതോടൊപ്പം തന്നെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഗോവയുള്ള ബോഡികളെ കാണുവാനായിട്ട് പൂജ്യ ശരീരം കാണുവാനായിട്ടുള്ള ഒരു അവസരവും ഒരുക്കുന്നു. അത് ഡിസംബർ മാസം 2 മുതൽ 2-ാം തീയതിയാണ് ആരംഭിക്കുക. 2 മുതൽ 3 ദിവസം പ്രോഗ്രാമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനാണ്. അദ്ദേഹത്തിൻ്റെ പൂജ്യ ശരീരം ഇപ്പോഴും അഴുകാതെ കാത്തു സൂക്ഷിക്കുന്നു. 4 വർഷത്തിലൊരിക്കലാണ് ആ പൂജ്യമായ ശരീരം താഴത്തേക്ക് ഇറക്കി ഭക്തജനങ്ങൾക്ക് കാണുവാനായിട്ട് വന്ദിക്കുവാനായിട്ട് അവസരം ഒരുക്കുക. അതിൽ ഒന്ന് ഈ വർഷമാണ്. സാധിക്കുന്നത് സഹകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ദിവ്യരൂപങ്ങളും യോഗാപണം നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സുദൃഢ
ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടാകട്ടെ. സകലത്തിനെയും നാഥായി നയിക്കും. വഴിനാഥൻ നമ്മൾക്കേ നവജീവൻ ദിവ്യനിധത്താൽ ഗാത്രത്താൽ നൽകി വിണ്ണിൻ സമ്പത്തും തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവാൻ. വിശ്വാസത്തിലധിഷ്ഠിതമാം സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിലെങ്ങും നൽകിടുവിൻ. ജീവനെഴും തിരു ശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.